ഹൃദയത്തോട് ചേരുന്നതാണ് പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈശോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു: നിങ്ങൾ അധികം വാക്കുകളാൽ പ്രാർത്ഥിക്കരുത്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. കാരണം ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നത് മൂലം തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. അവരെ തിരുത്തിക്കൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വാക്കുകളുടെ ഈ പ്രലോഭനത്തിൽ പലപ്പോഴും നാം വീണു പോകാറില്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണം എന്ന് പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ പ്രാർത്ഥനകളെ ശുദ്ധീകരിക്കുന്നതാകട്ടെ ഈ നോമ്പുകാലം. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ദൈവീഷ്ടമായി തീരാനല്ല, മറിച്ച് ദൈവീഷ്ടമൊക്കെയും എൻ്റേതായി തീരാനുള്ള കൃപയ്ക്കായി ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹിതം എന്നല്ല, മറിച്ച് ഈശോ പഠിപ്പിച്ച പോലെ അപ്പാ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന സ്നേഹമാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. കാരണം ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ ഇല്ല, മറിച്ച് നീ മാത്രമേ ഉള്ളൂ ദൈവമേ. നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.